2019-ലും 2024-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാനായത്. എന്നാൽ ഇത്തവണ ആലപ്പുഴയ്ക്ക് പകരം ആലത്തൂരിൽ CPM വിജയിച്ചു. ഇടതുമുന്നണിക്ക് 2019-ൽ നടന്ന തിരിച്ചടി ആഴത്തിൽ പഠിക്കുമെന്നാണ് CPM പറഞ്ഞിരുന്നത്. 2024-ലും കനത്ത തിരിച്ചടി ഏറ്റപ്പോൾ പറയുന്നു ആഴത്തിലുള്ള പഠനം നടത്തും. എന്നാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഏറ്റ തിരിച്ചടിയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നിന്നും എന്തൊക്കെ പാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്? എവിടെയാണ് തിരുത്തേണ്ടത്? എവിടെയാണ് ഇടതുമുന്നണി ആഴത്തിൽ പഠനം നടത്തി മുന്നോട്ട് പോകേണ്ടത്? എന്നിവയെക്കുറിച്ച് CPIയിലെ മുതിർന്ന നേതാവ് C. ദിവാകരൻ കലാകൗമുദിയോട് പ്രതികരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയായിരുന്നു. ആലപ്പുഴ മാത്രമായിരുന്നു വിജയിക്കാൻ സാധിച്ചത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ വിജയിക്കാൻ സാധിച്ചു. 2019-ൽ LDF പറഞ്ഞിരുന്നു അന്നത്തെ തിരിച്ചടിക്ക് കാരണം ആഴത്തിൽ പരിശോധിക്കും, പഠിക്കുമെന്നു. ഇപ്പോഴും പറയുന്നു തിരിച്ചടിയിൽ ആഴത്തിൽ പഠിക്കും. അപ്പൊ 2009-ൽ പഠിച്ച കനത്ത തിരിച്ചടിക്ക് ഉണ്ടായ കാരണം പഠനവിധേയമാക്കിയപ്പോൾ എന്തായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചു? 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആരംഭമാണ് സൂചിപ്പിച്ചത്. കേരളം എങ്ങോട്ടാണെന്നുള്ളതിൻ്റെ സൂചന കിട്ടിയത് 2019-ലാണ്. അന്ന് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയും ഞങ്ങളുടെ പരാജയ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കും, പഠിക്കും, തിരുത്തും എന്നെല്ലാം പറയാം. പക്ഷേ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് 2024-ലെ റിസൾട്ട് കാണിച്ചത്. 2019-ൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സംഭവിച്ച പരാജയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനോ അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനോ ആരും സന്നദ്ധരായില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അതിൻ്റെ ജയാപജയങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അന്നേരം കാണുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല. സമൂഹത്തിലും ജനങ്ങളുടെ ഇടയിലും രാജ്യത്തും അനുക്രമമായി വന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുടെ ഒരു ചെറിയ പ്രതിഫലനം കൂടിയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ആളെ സഡൻ വരുന്നതല്ല. അങ്ങനെ LDFിൽ ആളിനെ നിർത്തി ഉടനെ ജയിച്ച് അതല്ല. പണ്ടത്തെ പോലെ എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവം, പണ്ടത്തെ പോലെ ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുന്നില്ല. ജനങ്ങളുടെ പ്രതീക്ഷകളും ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ മാനസികാവസ്ഥയിൽ നിന്ന് വളരെ വളരെ അകലെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാ നേതാക്കന്മാരും. ഒരാളെന്ന് മാത്രമല്ല. അതൊരിക്കലും ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വീഴ്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി ഇന്ന ബൂത്തിൽ ഇത്ര വോട്ട് അത് ഉറപ്പാണ്, ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ജയിക്കും അത് ഉറപ്പാണ്. അങ്ങനെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവചിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ വളരെ വളരെ ചുരുങ്ങി വരെയാണ്. ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞാൽ പോകുന്നതല്ലാതെ ഏറ്റവും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ട് അതിന് ഈ പ്രീ പോളും പോസ്റ്റ് പോളും അങ്ങനെയുള്ളതൊന്നും വേണ്ട. സാധാരണ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവചനങ്ങൾ നടത്തുമല്ലോ, ഇപ്പോഴത്തെ ആധുനിക എക്സിറ്റ് പോളുകൾ. ഈ എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന്
1957 തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും, ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രവചിച്ച ആളാണ് എം.എൻ. ഗോവിന്ദൻ നായർ. അന്ന് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആർക്കും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എം.എൻ. ഗോവിന്ദൻ നായർ പറഞ്ഞു, നമുക്ക് കമ്മിറ്റി കൂടണം, മന്ത്രിസഭ രൂപീകരിക്കണം, നമുക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോവുകയാണ്. എല്ലാവരും എമ്മനെ കളിയാക്കി, TV തോമസ് എല്ലാം കളിയാക്കി. എന്താ പറയുന്നത്, കേരളത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാം? ഇല്ല, ഭൂരിപക്ഷം കിട്ടും. ഞാനാണ് പറയുന്നത്, എനിക്കറിയാം. എം.എൻ. ഗോവിന്ദൻ നായർ പറഞ്ഞ മണ്ഡലങ്ങളെല്ലാം ജയിച്ചു. 57 മന്ത്രിസഭ വന്നു. അങ്ങനെ ജനങ്ങളുടെ ഒരു ഹൃദയസ്പന്ദനം, അവരെങ്ങനെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, തെരഞ്ഞെടുപ്പിൽ അവരാരെയാണ് അനുകൂലിക്കുന്നത്, എങ്ങനെയാണ് വിജയം കൈവരിക, ഇത് പറയാനുള്ള അനുഭവ സമ്പത്തും ജനങ്ങളുമായിട്ടുള്ള ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ളവർക്ക് മാത്രമേ പ്രവചിക്കാൻ പറ്റൂ. ജനങ്ങൾ ഒഴുകുന്നത് വേറൊരു വഴിയും നേതാക്കന്മാർ ഒഴുകുന്നത് വേറൊരു വഴിയാണ്. 2 വഴികളിൽ കൂടി പോയാൽ അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഞാൻ കാണുന്നത്. ജനങ്ങൾ അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു. നേതാക്കന്മാർ എന്നെപ്പോലുള്ള ആൾക്ക് പോലും അത് അറിയില്ല, എങ്ങോട്ടാണ് ആരാണ് വോട്ട് ചെയ്യണത്. അങ്ങനെ വളരെ വളരെ അകന്ന് പോകുന്ന ഒരു ഇടതുപക്ഷ നേതൃത്വം ഗൗരവമായി ഇപ്പോഴെങ്കിലും ജനങ്ങളോടൊത്ത് യാത്ര ചെയ്യാൻ, ജനങ്ങളുടെ നാഡീസ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ, ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, ഏറ്റവും ചെറിയ ഒരു മനുഷ്യൻ പോലും വലിയ ഒരു മനുഷ്യനായി കാണാൻ ഇടതുപക്ഷത്തിന് കഴിയണം. ജനങ്ങളിൽ നിന്ന് അകന്നില്ല, ജനങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല. ജനങ്ങളുടെ വിധിയെഴുത്തുണ്ട്, ജനം വിധിയെഴുതുകയാണ്. അപ്പോൾ ആ പാഠം പഠിക്കണം. ആ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആഴത്തിൽ പഠിക്കും. പക്ഷെ ഇന്ന് പ്രസ്താവന മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകളെല്ലാം പല പഠനത്തിനും വിധേയമാക്കേണ്ടതാണ്. പണ്ട് വോട്ട് ചെയ്തതുപോലെ ആളുകൾ വോട്ട് ചെയ്യുമെന്നും പണ്ടുള്ള ശൈലി ഇപ്പോഴും തുടരാമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആളുകൾ ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്യുമെന്നും അങ്ങനെയുള്ളൊരു തെറ്റായ ധാരണ ഇപ്പോഴും നമ്മുടെ ആളുകൾക്കുണ്ട്, നമ്മുടെ നേതൃത്വത്തിലുണ്ട്. അത് അവർ കറക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഈ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരണമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. ഇതിനകത്ത് സ്ഥാനാർത്ഥിമാർ വലിയൊരു ഘടകമാണ് എല്ലാം തിരിച്ചടികൾ. പണ്ടാണ് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഇപ്പോൾ കുറ്റിച്ചൂലിനൊന്നും ആരും വോട്ട് ചെയ്യില്ല. ഇപ്പോൾ ജനങ്ങൾ അളന്ന് തൂക്കി സ്ഥാനാർത്ഥിയുടെ വണ്ണവും പെണ്ണവും സ്വഭാവവും അയാളുടെ പഴയകാലവും വിദ്യാഭ്യാസവും ജാതിയും മതവും എല്ലാം നോക്കിയാണ് ഇപ്പോൾ വോട്ട് ചെയ്യണം. ഒരു ഘടകം അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ തിരിച്ചടി ഒരു 5 കൊല്ലത്തിന് ശേഷം അതേ രീതിയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് പാർലമെൻറ്റിൽ ആലപ്പുഴ, ഇത്തവണ ആലത്തൂർ, 2ഇടത്ത് ഉണ്ടെന്നുള്ളതല്ലാതെ 2 മേഖലകളിൽ അതെന്താ ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സീറ്റ് ആയിപ്പോയത്? അതാണ് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നം. അതിൽ എൻ്റെ അനുഭവവും എൻ്റെ അഭിപ്രായവും കുറേ കൂടി ഇടതുപക്ഷ പാർട്ടി കുറേ കൂടി അവർ യോജിച്ച് ശക്തമായ ഒരു നിരയായി പോകേണ്ടതാണ്. അങ്ങനെ ഒരു പോക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മുന്നണി ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 4 വഴിക്ക് പോയാൽ ജനങ്ങൾക്കറിയാം ഈ മുന്നണി ഒരു വോട്ടിന് വേണ്ടി ഉണ്ടാക്കിയ മുന്നണിയാണ്.
ഇടതുമുന്നണി എന്നുള്ളൊരു മുന്നണി ഇപ്പോൾ നിലവിലില്ല. ഇടതുപക്ഷ മുന്നണി ഉണ്ടല്ലോ, ഇടത് മുന്നണിയുണ്ട്, അതിന് കൺവീനറുണ്ട്. പക്ഷെ ഇടതു മുന്നണി കേരളത്തിൻ്റെ രാഷ്ട്രീയ സംഭവഗതികളിൽ ഇടപെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർക്ക് അത് സാധിക്കുന്നുണ്ട്? കൺവീനർ കൊണ്ടൊന്നും ആര് കൺവീനറായാലും കൺവീനർ മാത്രം വിചാരിച്ച പോലെ ഇടതുപക്ഷ പാർട്ടിയിൽ മുഖ്യധാര CPM-ഉം CPI-യും ഈ മുന്നണിയെ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ നയിക്കാൻ പ്രാപ്തമായ ഒരു മുന്നണിയാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലി മാറണം. CPM-ൻ്റെയും CPI-യുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും അടിമുടി മാറണം. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ മുന്നണി പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഇലക്ഷൻ കാലത്ത് തട്ടിക്കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കാൻ പാടില്ല. ചിലപ്പോഴും അങ്ങനെ നടക്കുന്നത്. കാരണം നമ്മൾ എൻ്റെ അനുഭവത്തിൽ ഇലക്ഷന് ഈ ഇടതുപക്ഷ മുന്നണി ഇലക്ഷന് മുമ്പ് തന്നെ പല സന്ദർഭങ്ങളിലും നല്ല തീ പാറുന്ന സമരങ്ങൾ നടത്തും. ഭരണകക്ഷിക്കെതിരായിട്ട് എല്ലാ തരത്തിലുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തി ജനങ്ങളെ ധാരാളമായി പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ പങ്കാളിത്തമാണ്, അതിലൂടെയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ കുറഞ്ഞു വരികയാണെന്നാണ് എൻ്റെ അനുഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ നല്ല രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു. അത് ഇടതിനായാലും വലതിനായാലും നല്ല രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തലസ്ഥാന മണ്ഡലത്തിൽ CPI-യുടെ സ്ഥാനാർത്ഥി പന്നി രവീന്ദ്ര സ്ഥാനാർത്ഥി. ആ ഭാഗത്തേക്കുള്ള ഒരു വോട്ട് ചോർച്ച എന്തുകൊണ്ടാണെന്ന് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിരുന്നു, പാർലമെൻറ്റ് സ്ഥാനാർത്ഥി തിരുവനന്തപുരം 19 പന്നി രവീന്ദ്രന് കിട്ടേണ്ട വോട്ട് ഇത്രയും പോരായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് കൂടെ വല്ലാത്തൊരു ചോർച്ച വന്നു പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ തിരുവനന്തപുരം വോട്ടേഴ്സ് ഒരു പ്രത്യേക ടൈപ്പാണ്. കേരളത്തിൽ എവിടെയുമുള്ള വോട്ടേഴ്സ് അല്ല. ഇവർ ഒരു പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ചാണ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നത്. രണ്ട്, ഇത്രയും ഒരു ശക്തമായിട്ടുള്ള ചർച്ചസിൻ്റെ ഇടപെടൽ, പള്ളികളുടെ ഇടപെടൽ മറ്റ് കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ LMS പള്ളികൾ നയിക്കുന്ന ഒരു വലിയ മേഖലയുണ്ട്. നെയ്യാറ്റിൻകര, പാറശാല, കോവളം. അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്കരുടെ ഒരു വലിയ മേഖലയുണ്ട്. അതിൻ്റെ ബിഷപ്പുണ്ട്, LMS-ൻ്റെ ബിഷപ്പുണ്ട്. നെയ്യാറ്റിൻകര വേറെ 3 ബിഷപ്പുമാരാണ് തിരുവനന്തപുരം ലോകസഭ സീറ്റിലെ അവരുടെ സ്വാധീന വലയത്തിലുള്ള ആളുകളെ കൊണ്ടുപോകുന്നത്. കരയും തീരവുമാണത്. കരയിൽ LMS-ഉം തീരത്ത് മറ്റ് പള്ളികളും അവിടെയാണ്. അവർ ഇടതുപക്ഷത്തിനൊക്കെ വലിയ ബന്ധമുണ്ട്, സ്വാധീനമുണ്ട്, സ്വീകരണം തരും, വോട്ട് ചെയ്യാന്ന് പറയും. പക്ഷെ അവർ അവസാന നിമിഷം പള്ളി എന്ത് പറയുന്നു, പുരോഹിതൻ എന്താണ് പറയുന്നത്, അവർ രഹസ്യമായിട്ട് അന്വേഷിക്കും. പുരോഹിതൻ്റെയും പള്ളിയുടെ അഭീഷ്ടം രീതിയിൽ വോട്ട് ചെയ്യപ്പെടും. നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ അനുഭവം അതായിരുന്നു. രണ്ടാമത്തെ ഘടകം, ഇത് മഹാരാജാവിൻ്റെ മണ്ഡലമാണ്, രാജവാഴ്ചയുടെ മണ്ഡലമാണ്. അതിൻ്റെ ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ഹൈ പ്രൊഫൈലിലുള്ള ഒരാളിനെ ആയിരിക്കണം സ്ഥാനാർത്ഥി. ഇപ്പോൾ VK കൃഷ്ണമേനോൻ തുടങ്ങിയാണ് അവർ ആലോചിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ PK ജയിച്ചു. അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇവർ അംഗീകരിച്ചത്. പാർലമെൻറ്റിലും അങ്ങനെ
അങ്ങനെ മരിച്ചപ്പോൾ പിന്നെ പന്നിയൻ രവീന്ദ്രൻ ജയിച്ചു. അത് കരുണാകരൻ്റെ ഒരു സഹായം അന്ന് ഉണ്ടായിരുന്നു അവിടെ ജയിച്ചത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ വലിയ പ്രഗത്ഭന്മാർ. എം എൻ ഗോവിന്ദൻ ഇവിടെ ദയനീയമായി തോറ്റ മണ്ഡലമാണത്. എം എൻ ഗോവിന്ദൻ പോലെയാണ്. ഒ എം ഡി കുറുപ്പ് സാർ ഇവിടെ തോറ്റതാണ്. അപ്പോൾ അവർക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ശാസ്തമംഗലം, കവടിയാർ, നന്തങ്കോട്, കുറവങ്കോണം, ശ്രീവരാഹം, പെരുന്താന്നി, ഇങ്ങനെയുള്ള പിന്നെ ഫോർട്ട്, ഇങ്ങനെയുള്ള പത്മനാഭസ്വാമി ദാസന്മാരായിട്ടുള്ള ഒരു വലിയ സമൂഹമുണ്ട്. അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ് വോട്ട് ചെയ്യാൻ. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവർ സ്വീകരിക്കും, സംഭാവന തരും, നല്ല വാക്കുകളെല്ലാം പറയും. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ ചുവപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. അതാണ് തിരുവനന്തപുരത്തിൻ്റെ. അത് പഠിച്ച ഒരാൾ ഞാനാണ്. എനിക്കിത് നന്നായിട്ട് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പലരോടും പറയാറുണ്ട്, ഇവിടെ കുറച്ച് കഴിയും, ഇവിടെ കമ്മ്യൂണിസം ഇവിടെ താമര വിടരാനുള്ള സാധ്യതയാണ് ആളുകൾ കാണുന്നത്. അല്ലാതെ ചുവന്ന പൂക്കളൊന്നും ഇവിടെ വിരിയാൻ കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ചോർച്ച ഒരു ചോർച്ചയായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ വോട്ട് ചോർന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. ശക്തന്മാരായ രണ്ട് സ്ഥാനാർത്ഥികളാണ്. അവരോടൊപ്പം പന്നിൻ്റെ പേരിൽ നിന്നു എന്നുള്ളതേ ഉള്ളൂ. ജാതി മത മുതലാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പിലും ഒരു നിർണായക സ്ഥാനം വഹിക്കുന്നതെന്ന് ഇടതുപക്ഷം എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ഇവിടെ കേരളത്തിൽ ഏറ്റവും നിർണായക ശക്തിയായ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി. അവർക്കുണ്ടായിരുന്നുള്ള ഒരു വോട്ട് ബാങ്ക്, അവർ ഭൂരിപക്ഷവും ഹിന്ദുക്കളും കൂടിയാണ്. അപ്പൊ ഇത്തരമൊരു ന്യൂനപക്ഷ പ്രേതാണെന്ന് പറഞ്ഞ് സർക്കാർ LDF മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് മാത്രമായ ഒരു പരിഗണന കൊടുക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി അവരുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. ഇല്ല, ഇടതുപക്ഷം എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ തുടരുന്നു. ആ ന്യൂനപക്ഷങ്ങളിൽ പിന്നെ വേറൊരു പക്ഷം എന്ന് ഞങ്ങൾ കാണുന്നില്ല. അതിലൊരു മുസ്ലിം എന്ന് പറയുന്നത് ന്യൂനപക്ഷം, ഈഴവർ വേറെ ന്യൂനപക്ഷമാണ്. ഇതെല്ലാം സവർണ മേധാവിത്വത്തിന് എതിരായി സമരം ചെയ്തു വന്ന സമൂഹമാണ്. അപ്പോൾ ഇന്നലകളിൽ അവരെല്ലാം ഒന്നിച്ചെന്ന് സമരം ചെയ്തവരാണ്. സവർണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള എല്ലാ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരങ്ങൾ ചെയ്തവർ. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. ഗുരുദേവൻ്റെ സന്ദേശമാണ് കേരളം എന്നും ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആ സന്ദേശം ഉള്ളപ്പോൾ ഞങ്ങളെന്തിനാണ് വേറെ ആലോചിക്കുന്നത്? ഞങ്ങളുടെ ഈ സന്ദേശം അത് തന്നെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ദൈവമില്ലെങ്കിൽ വേണ്ട. അത് ഗുരുദേവൻ അവസാനം പറഞ്ഞു, നാം അതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇത് ജാതി, മതം, ദൈവം അദ്ദേഹം തന്നെ പറഞ്ഞു, നാം അതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞു. അതുപോലെ ഇവിടെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ വഴിവിട്ട് സഹായിക്കുന്നുള്ള ഒരു വിചിത്രമായ വാദഗതി ഞാനിപ്പോൾ കേട്ടു. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വാദഗതി കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇന്ന് കേരളം ഭരിക്കുന്ന ആരാണ്? സവർണരാണോ? ഇന്ന് കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയല്ലേ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ എന്ത് പരിഗണനയാണ് വേണ്ടത്? അത് സമരം ചെയ്തു വന്നത്. അതുപോലെ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെ വഴിവിട്ട് സഹായിക്കേണ്ട ഒരു കാര്യവും ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല. ഇടതുപക്ഷം എന്നും ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ്. എല്ലാവരും അതിൽപ്പെടും.
എല്ലാവരും പെടും. എല്ലാ മത്സ്യത്തൊഴിലാളികൾ വരെ ന്യൂനപക്ഷത്തിൽ പെടും. ഞങ്ങൾ അങ്ങനെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് അതിനെ കാണുന്നത്. അല്ലാതെ കാണാൻ ഞങ്ങൾ കഴിയില്ല. അത്തരം ചിന്താഗതി സഹാബിന്റെ സഭയിൽ പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റിയുള്ളൊരു ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു പോക്ക് അത് എത്തരത്തിലാകണമെന്നാണ്? ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നത് നിർഭാഗ്യകരമാണ് കേരളത്തിൽ. അത് പുതിയ പ്രശ്നങ്ങൾ ഉയർത്താൻ പോവുകയാണ്. അതിൽ കൂടുതൽ അകൽച്ചയാണ് വരാൻ പോകുന്നത്. ഈ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഒരു ഭിന്നിപ്പിൻ്റെ സ്വരമാണ് കേൾക്കുന്നത്. ഞാനതിനോട് യോജിക്കുന്നില്ല. ആ അഭിപ്രായം പറയുന്ന ആളുകൾ എത്ര മഹാന്മാരാണെങ്കിലും അതിന് പിന്നിൽ ആരായിരിക്കുമെന്നാണ് പലരും കാണും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ പേര് ഞാൻ പറയില്ല. പലരും കാണും. എന്തിനാ ഈ അസമയത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവന്നത്? എവിടെയൊക്കെ പിടി വിട്ടുപോകുമെന്ന് തോന്നിയപ്പോൾ ഞാനാണ് ഇതിൻ്റെ ഒരാൾ എന്ന് വാദിക്കാൻ വേണ്ടിയുള്ള പൊള്ളയായ കാര്യങ്ങളാണ്. ഇതിലൊന്നും ഒരു അർത്ഥമുള്ളതല്ല. ഇവിടെ നവോത്ഥാന സമിതി ഉണ്ടായല്ലോ, എവിടെ പോയത്? ആ നവോത്ഥാന സമിതി പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത ആളുകൾ എന്താ നവോത്ഥാനത്തിൻ്റെ സമിതി ഇല്ലാത്തതിപ്പോൾ? എന്താ അതിൽ നിന്ന് ആളിലൊക്കെ രാജിവെച്ച് പോണത്? അതൊക്കെ ഇല്ല, അവരെന്താ അങ്ങനെ ചേരാത്ത? എന്താ അത് എവിടെ എന്താണ് മുസ്ലിം വിഭാഗത്തെ വഴിവിട്ട് സഹായിക്കുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ആരോപണമാണ്. അദ്ദേഹത്തിന് തന്നെ ഈ മുസ്ലിങ്ങൾ പറഞ്ഞ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. രാജിവെച്ച് പോയ സാഹിബ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഞാൻ രാജിവെച്ചത്, അതിന് മറുപടി പറഞ്ഞാൽ മതി. അത് എൻ്റെ വകുപ്പിൽപ്പെടുന്നതല്ല. അത് അവരുടെ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനതിലൊന്നും അഭിപ്രായം പറയില്ല. എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ഇതൊന്നും എനിക്കില്ല. എൻ്റെ വകുപ്പിൽ അതില്ല. അത് ബി ജെ പിയുടെ വളർച്ച ഒരു ഭീഷണിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്. ഇന്ന് കേരളത്തിൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെ താമര വിരിഞ്ഞാലും കേരളത്തിലത് ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. കേരളം ഒരുപാട് സമരങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല തീപാറുന്ന സമരങ്ങൾ നടന്ന പുന്നപ്രയും വയലാറും കയ്യൂരും കരിവെള്ളൂരുമൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രാജ്യമാണ് കേരളമെന്ന് ലോകം മുഴുവൻ അറിഞ്ഞതാണ്. 57 ഒരുത്തൻ്റെ സഹായമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് കേരളത്തിൽ അധികാരത്തിൽ ജനങ്ങൾ കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള എൻ്റെ സ്റ്റേറ്റിൽ, കേരളത്തിൽ ഈ ബി ജെ പി ഇങ്ങനെ വളരാൻ എന്താണ് കാരണം? ആ വിഷയമാണ് ഇടതുപക്ഷ പാർട്ടികളുടെ മുഖ്യ അജണ്ടയായി എടുക്കേണ്ടത്. പഠിക്കും തിരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വീണ്ടും കയറുകയാണ്. അതുകൊണ്ട് ഈ ആപത്ത്, സംഘപരിവാറിൻ്റെ ഈ ആപത്ത് ഇന്നിപ്പോൾ RSSൻ്റെ നാഗപ്പൂരിൽ അതിൻ്റെ നേതാവുണ്ടല്ലോ മോഹൻ ഭഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ അത് ആരും പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തോട് മര്യാദയ്ക്ക് പെരുമാറണം, പ്രതിപക്ഷം ഇല്ലെങ്കിൽ ജനാധിപത്യം ഇല്ല. നരേന്ദ്രമോദിയോടാണ് ആ പറഞ്ഞതൊക്കെ. അപ്പോൾ മോഹൻ ഭഗത്തിന് പോലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ ജനാധിപത്യങ്ങൾ എല്ലാം തകർന്നു പോകും എന്നുള്ളൊരു അവസ്ഥയിൽ RSSകാർക്ക് പോലും, അവരുടെ നാഗപ്പൂരിൻ്റെ കേന്ദ്രത്തിന് പോലും അത് അസ്വസ്ഥമാക്കുകയാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ
മതേതരത്വം ഏറ്റവും കൂടുതൽ ശക്തി ആർജിക്കേണ്ട നമ്മുടെ കേരളത്തിൽ, വിപ്ലവ പാരമ്പര്യമുള്ള കേരളത്തിൽ എങ്ങനെയാണ് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇപ്പോൾ ആലപ്പുഴയുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, ആറ്റിങ്ങലുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, തിരുവനന്തപുരം എടുത്താൽ, തൃശ്ശൂർ എടുത്താൽ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ആ കേന്ദ്രങ്ങളിലെല്ലാം RSP അല്ല ഈ BJP പിടിമുറുക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ അതെ, അല്ല, ജനങ്ങളുടെ വോട്ട് തന്നെയാണ്. ജനങ്ങൾ എന്തുകൊണ്ട് ആ വഴിക്ക് പോയി എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നാൽ ജനങ്ങളെ പഴിചാരരുത്. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ഒരു തിരുത്തൽ ശക്തി. ഇപ്പോഴും നരേന്ദ്രമോദിയുടെ എല്ലാ വ്യാജ പ്രചരണങ്ങളും, എല്ലാം വഴിതെറ്റിക്കുന്ന പ്രചരണങ്ങളും എല്ലാം നടത്തിയിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ ഇപ്പോൾ കാത്തു സൂക്ഷിച്ചത് ഇന്ത്യയിലെ വോട്ടേഴ്സാണ്, ഇന്ത്യയിലെ ജനങ്ങൾ. അവർ പോളിംഗ് ബൂത്തിൽ വന്ന് നിശബ്ദരായി അവരവരുടെ അപ്പുറം രേഖപ്പെടുത്തി പോയി. ഒരു അപസ്വരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടില്ല. ഒരിടത്തും ലഹളയുണ്ട്. പണ്ടൊക്കെ ബൂത്ത് ക്യാപ്ചറിങ് ഉണ്ടായിരുന്നു, ബാലറ്റ് വെട്ടിയെടുത്തുകൊണ്ട് പോക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും വളരെ ശാന്തമായ ആളുകൾ വന്ന് അവരുടെ അവകാശം രേഖപ്പെടുത്തിയിട്ട് പോയി. അങ്ങനെയാണ് UPയിലെ പകുതിയിലേറെ സീറ്റിൽ BJP തോക്കാൻ കാരണം. അവർക്ക് ഒരു ഭയങ്കരമായ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഞാൻ ലൈറ്റ് കൊടുത്തു, ഗ്യാസ് കൊടുത്തു, സൗജന്യ റേഷൻ കൊടുത്തു, ഇവിടെ എല്ലാം വലിയതായിട്ട് ലോകം മുഴുവൻ അങ്ങനെ പരക്കുകയാണ് എല്ലാം. ആളുകൾ അതൊന്നും അംഗീകരിച്ചില്ലല്ലോ. അതിലെ അദ്ദേഹത്തിന് സീറ്റ് കുറഞ്ഞല്ലോ. എത്ര നമ്പർ കുറഞ്ഞു? ഗണ്യമായി കുറഞ്ഞില്ല ഭൂരിപക്ഷം. ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാൻ പറ്റൂ? ചന്ദ്രബാബു നായിഡുവിൻ്റെ പുറകെ നടന്നല്ലേ ഭരിക്കാൻ പറ്റൂ? നിതീഷ് കുമാറിൻ്റെ പുറകെ നടക്കണം. നിതീഷ് കുമാർ വന്നില്ലെങ്കിലും ആ കമ്മിറ്റി ഗുണമാക്കില്ല. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു പറഞ്ഞില്ലേ കമ്മിറ്റി ഗുണമാക്കില്ല. പണ്ടത്തെ പോലെ ഈ വിരൽ ചൂണ്ടി കാര്യങ്ങൾ നടത്തുന്ന നരേന്ദ്രമോദി പോയി. നരേന്ദ്രമോദി അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠം. അല്ല നിങ്ങൾ പറയുന്നത് ഇവിടെ BJPക്ക് ഒരു സീറ്റ് കിട്ടി 5-6 സ്ഥലങ്ങളിൽ ആ വോട്ട് കൂടിയെന്നില്ല. ഇന്ത്യയിൽ ആകെ വന്നിരിക്കുന്നൊരു മാറ്റത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണിയും നടത്തിയിട്ടുള്ള, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ ഭാരത് യാത്ര, അതെല്ലാം ജനങ്ങളുടെ ആവേശം കൊള്ളിച്ചു. പക്ഷെ അത് മുഴുവൻ മുതലാക്കി അതിനെ വലിയ ഒരു അജിറ്റേഷനായി കൊണ്ടുവരാൻ ഇടതുപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞില്ല. തൊട്ടില്ല എന്ന് പറഞ്ഞ നിൽക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ് കേരളത്തിൽ. തൊടാൻ പാടില്ലേ? വയനാട്ടിൽ അദ്ദേഹത്തിന് വരേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം ഇവിടെ വന്നതിനാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ത്യയെ പിടിക്കുക എന്നുള്ളതല്ലാതെ വയനാട് പിടിച്ചോണ്ടിരുന്നാൽ മതി. അതിൻ്റെ കാലം വരും. കാരണം എങ്ങോട്ടാണ് പോകുന്നത്? ഇടത് വലതിനെതിരാണല്ലോ BJP. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ RSS സംഘപരിവാർ വർഗീയത. അതങ്ങോട്ട് കയറി ഭരണത്തിലായി. പല സ്റ്റേറ്റുകളും പിടിച്ചു, കേന്ദ്രവും പിടിച്ചു. ജനങ്ങൾ വന്ന് പതുക്കെ താഴോട്ടാക്കുകയാണ്. ഇത് ഇന്ത്യക്ക് പറ്റിയതല്ല, ഇന്ത്യയുടെ ഭാര്യത പറ്റിയതല്ല, ഞങ്ങളിത് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി കൊട്ടിഘോഷിച്ച രാമക്ഷേത്രം പണിത മണ്ഡലത്തിൽ പോലും, ഫൈസാബാദിൽ പോലും BJPക്ക് ജയിക്കാൻ കഴിയില്ല. അമ്പലം കെട്ടിക്കൊടുത്ത് പൂജയെല്ലാം കഴിച്ച് പൂജാരിയായി. നമ്മുടെ പ്രധാനമന്ത്രി പൂജാരിയായി വേഷം കെട്ടി നോക്കി. ഗുഹയിൽ പോയി തപസ് ചെയ്ത് നോക്കി. ഗുഹയിൽ തപസ് ചെയ്ത് ആൾ വോട്ട് ചെയ്യോ? എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? ഒരു സെക്യുലർ സ്റ്റേറ്റിൽ, ഇന്ത്യയെ പോലെ ഒരു വലിയ റിപ്പബ്ലിക്കൻ, ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു ഭരണാധികാരി പോയി ഗുഹയിൽ കയറിയിരിക്കുകയാണ്. എന്തിനാണ് ഗുഹയിൽ ആയിരിക്കണത്? അത് പോയിരിക്കേണ്ട ജനങ്ങളുടെ ഇല്ല. ജനങ്ങൾ പറഞ്ഞാൽ വേണ്ടാന്നാണ്. ക്ഷേത്രമഴ കൊടുത്ത് പറഞ്ഞാൽ ക്ഷേത്രമഴയല്ല നല്ല കാര്യം, പക്ഷേ നിങ്ങളുടെ പരിപാടി ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താണ് ഗ്യാസ് ലൈൻ കൊടുത്ത്, അത് നല്ല കാര്യം.
ഹൈഡ്രോജൻ്റെ റേഷൻ കൊടുത്തു, അതല്ല കാര്യം. ശൗചാലയം കൊടുത്തു. എന്ത് ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ശൗചാലയം കൊടുത്തു. അവസാനം അദ്ദേഹം എന്താ പറഞ്ഞത്? പെറ്റ് പെരുകുന്ന ഒരു ജാതിയുണ്ട് ഇവിടെ, അവർക്ക് അവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല, പൗരത്വം കൊടുക്കാൻ പറ്റില്ല അവർക്ക്. അതൊക്കെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പറയാമോ? അതൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയം അതായിരുന്നു. എന്തിനാണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്? എന്താണ് ഇതിനാവശ്യമായിരുന്നു? ഒരാവശ്യമില്ല. അതെല്ലാം മതപരമായി ജാതിപരമായി ആളുകളെ ഭിന്നിപ്പിച്ച് അതിലൂടെ ബി ജെ പിക്ക് ജയിക്കാമെന്ന് കരുതി. ബി ജെ പി ജയിച്ചില്ല. ബി ജെ പി തോറ്റ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ വോട്ടുകളെ കൂടി സ്ഥിതിക്ക് അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലൊരു നിർണായക ശക്തിയായി ബി ജെ പി നിയമസഭയിലേക്ക് വന്നാൽ ഇടതു മുന്നണിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? അതൊരു ഒരു ഹൈപ്പോത്തിക്കൽ ചോദ്യമാണ്. കാരണം വന്നാൽ എന്നുള്ളതാണ്, വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളിന്ന് ബി ജെ പി കുറച്ച് വോട്ട് കിട്ടി, ഇയാളവിടെ ജയിച്ചു, അതുകൊണ്ട് കേരളം മുഴുവൻ ബി ജെ പി ആയി. അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഇത് കേൾക്കുന്ന ആളുകളോടെല്ലാം പറയാണ്, വിനയപൂർവ്വം പറയാണ്, കേരളം കേരളമായി തന്നെ, ചുവന്ന കേരളമായി തന്നെ അവശേഷിക്കും. താമരയൊക്കെ ചിലപ്പോൾ വിരിയും. താമര പണ്ട് വിരിഞ്ഞു, അത് വാടി കരിഞ്ഞു പോയി. ഒരു പുതിയ താമര വിരിഞ്ഞിട്ടുണ്ട്. വിരിഞ്ഞപ്പോൾ തന്നെ അത് പാടുന്ന ലക്ഷണങ്ങളാണ് കാണിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾക്കിതിലൊന്നും ഒരു ബേജാറില്ല. കുറച്ച് ഓട്ടം കിട്ടി, ഞങ്ങളുടെ അശ്രദ്ധയുണ്ട്, ഞങ്ങളുടെ വീഴ്ചകളുണ്ട്, ഞങ്ങളുടെ തെറ്റുകളുണ്ട്. ഞങ്ങൾ ഒരു അലസന്മാരായി ആ സമയം കൊണ്ട് അവർക്ക് കുറച്ച് മെച്ചമുണ്ടായി. അതിപ്പോൾ ഞങ്ങൾ മാറ്റും, ഒറ്റയടിക്ക് മാറ്റും. അതെ, അത് അലസത കാരണം ചില ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ട്. ആര് ചോദിച്ചാൽ ഈ ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റും, ഭയങ്കര ഭൂരിപക്ഷമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകർക്ക് നമ്മളെ ആരും ചെയ്യാനില്ല. കുറച്ചൊരു അഹങ്കാരം സ്വാഭാവികമായിട്ട് വരില്ലേ. ബി ജെ പി കഴിഞ്ഞ കാലത്ത് അഹങ്കാരം മോശമായിരുന്ന, അതിന് എത്ര മന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാർ തോറ്റത്? 13 കേന്ദ്രമന്ത്രിമാർ തോറ്റ കക്ഷിയാണിപ്പോൾ ഈ നരേന്ദ്രമോദി. കൂടെ ഉണ്ടായിരുന്ന 13 കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ബി ജെ പി ഇങ്ങനെ വലിയ ആനയാണ്, അമ്പാരിയാണ്, കടുവയാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചിലവില്ല. കേരളം കേരളമായി തന്നെ നിൽക്കും. ഞങ്ങൾക്ക് ഒരു ചെറിയ ചിലപ്പോൾ വരും, രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ വീഴ്ചകളും പരാജയങ്ങളൊക്കെ വരും. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ പോയി എന്ന് പറയാം. ഇത് ഒരിടത്തും പോകാൻ പോണില്ല. ഇത് അടുത്ത ഈ ഞാനിപ്പോൾ പറയുന്നൊരു പ്രവചനമായിട്ട് പറയല്ല, ഈ നരേന്ദ്രമോദി 5 കൊല്ലം ഭരിക്കുന്ന എന്താ ഗ്യാരണ്ടി? അദ്ദേഹം എല്ലാവർക്കും ഗ്യാരണ്ടി കൊടുത്തല്ലോ. ഗ്യാരണ്ടി കൊണ്ടിവിടെ വെളിയിറങ്ങി നടക്കാൻ വയ്യാതായത്. ഗ്യാരണ്ടി തന്നെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. അദ്ദേഹത്തിന് പറയാമോ 5 കൊല്ലം ഭരിക്കും ഞാൻ? എന്താ ഉറപ്പാ? ന്യൂനപക്ഷമല്ലേ അതിന് പറ്റിയ കക്ഷികളല്ലേ ചേർന്നിരിക്കുന്നത്. തീഹാർ ജയിലിൽ കിടന്നാണ് ഒരുത്തായി. ഇത് എന്താ പറയുമ്പോൾ ബി ജെ പി വാഷിംഗ് മെഷീനാണ്. ഏത് അഴുക്ക് കൊണ്ടിട്ടാലും ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും, അലക്കി വെളുപ്പിച്ച് കൊടുക്കും. അങ്ങനെ അലക്കി വെളുപ്പിച്ച് ആളിനെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഗവൺമെൻറ് 5 വർഷം കാലം പൂർത്തിയാക്കില്ല. ഇന്ത്യയിൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ നമ്മൾ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കിച്ച ഒരു മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഇടതു മുന്നണിയുടെ വോട്ട് ചോർച്ചയുണ്ട്, പ്രവർത്തകരിൽ നിന്ന് പോലും. അതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് പോലും മുന്നണിക്ക് വോട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്നത്? എല്ലാ കാലത്തും ഒരു പാർട്ടിക്ക് ഒരേ നിലവാരത്തിൽ സ്വാധീനം ചെലുത്തി ജനങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. CPM
ഒരു പാർട്ടി ഗ്രാമമായിരുന്നു കണ്ണൂരല്ല. അതിൽ തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ട്, ആളുകൾ ഭയന്നാണ് പലപ്പോഴും എന്നോട് പറഞ്ഞത്, ഭയന്നാണ്. ഇപ്പോൾ നമുക്ക് കണ്ണൂർ ചില കേന്ദ്രങ്ങളിൽ ഒരാൾ പോയാൽ ആ ആളിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അന്വേഷിച്ച് അവരെ ഫോളോ ചെയ്യുന്ന ഒരു ഷാഡോ പോലീസ് അവിടെ ഉണ്ടായിരുന്നതാണ് ഞാൻ അറിയുന്നത്. അത് അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, അത് കുറേ നാൾ ആളുകൾ സഹിച്ചു, വേറെ ഗതി അവർക്കില്ല. അതിന് അതേ ശൈലിയിലാണ് സുധാകരൻ വന്നത്. കണ്ണൂർ CPM എടുത്ത അതേ ശൈലി തന്നെ കോൺഗ്രസിൻ്റെ സുധാകരൻ എടുത്തു. എല്ലാ കുഴപ്പങ്ങളും ഒരറ്റത്ത് സുധാകരനാണ്. അപ്പോൾ അങ്ങനെയൊന്നും അവർ തമ്മിലുള്ള ഒരു സംഘർഷമായി. അതാണല്ലോ ഈ പി ജയരാജനെ എല്ലാം വധശ്രമം എന്നൊക്കെ പറയുന്നത്. വേറെ ആർക്കും ഒരു പങ്കുമില്ലല്ലോ അതിൽ. അത് അവർ തമ്മിലുള്ള തർക്കങ്ങളാണ്. അപ്പോൾ കണ്ണൂരുള്ള ജനങ്ങൾ അതെല്ലാം മാറണം, ഇനി അങ്ങനെ പോകാൻ പറ്റില്ല. ഇതിനിടയിൽ BJPക്കാരും അതിനകത്ത് കയറി, കണ്ണൂർ കയറി ആളുകളെ വെട്ടാനും കുത്താനും എല്ലാം തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ആകെയുള്ള ഒരു വല്ലാത്ത ഒരു കണ്ണൂരുകാർക്ക് സ്വൈരമായി ജീവിക്കാൻ നിവർത്തിയില്ല എന്നൊരു സാഹചര്യം വന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് ആളുകൾക്ക് പേടിയും ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ണൂർ സാധാരണഗതിയിൽ പോകാനാണ് സാധ്യത, എൻ്റെ നോട്ടത്തിൽ. വോട്ട് ചോർച്ച ഉണ്ടാവുകയും കുറച്ച് വോട്ടൊക്കെ ചോർച്ച ഉണ്ടായി. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വികാരം അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ. അവിടുത്തെ CPMകാരും അവർ പരിശോധിക്കേണ്ടതല്ല. ഞാനതിനകത്തൊരു അഭിപ്രായം പറയാൻ ആളല്ല. പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതിന് സ്ഥിതിവാരം എന്ത് ചെയ്യാനാണ്? അത് പിണറായി വിജയൻ്റെ പാർട്ടിയും പിണറായി വിജയൻ്റെ ലോക്കൽ കമ്മിറ്റിയൊക്കെ ആലോചിക്കേണ്ടതാണ് എങ്ങനെയാണ് സംഭവിച്ചത്. അവർ മറുപടി പറയേണ്ടതാണ്. നിങ്ങൾ മീഡിയക്കാരിങ്ങനെ ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ മാധ്യമങ്ങളും എന്നോട് ചോദിക്കുകയാണ്, കണ്ണൂർ എങ്ങനെ പിണറായി വിജയൻ്റെ ബൂത്തിൽ വോട്ട് കുറഞ്ഞത്. ഞാനിവിടെ താമസിക്കുകയല്ലേ. പിണറായി അദ്ദേഹം അല്ലത് പറയേണ്ടത്. അദ്ദേഹം നല്ല കാര്യങ്ങൾക്കൊന്നും മറുപടി പറയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടില്ല. CPIയിൽ താരതമ്യേന മെച്ചപ്പെട്ട ചെറുപ്പക്കാരുടെ ഒരു ടീമാണ്. അതിൻ്റെ ഗുണമുണ്ട്, ദോഷങ്ങളും വരും. രണ്ടും വരും. ഞങ്ങളൊരു പരീക്ഷണമാണ്. പുതിയ ജനറേഷൻ്റെ ശക്തമായ ഒരു നിരയെ പാർട്ടി സ്റ്റേറ്റിൽ നിലവാരത്തിൽ നിർത്തിയിരിക്കുകയാണ്. അത് ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും അവരെല്ലാം വളരെ ഫെയറാണ്, അഴിമതിക്കാരല്ല, വിദ്യാസമ്പന്നരാണ്, ചെറുപ്പമാണ്. ഒന്നാം തരം ഒരു ടീമാണ് CPIക്ക് ഇപ്പോൾ ഉള്ളത്. വല്ല പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വെളിയിലുണ്ട്, ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ CPM അവരുടെ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തു. അതൊരു ത്യാഗമായിട്ട് കാണാൻ പറ്റും. അതൊരു ത്യാഗമൊന്നും പറയുന്നതിൽ കാര്യമില്ല. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന ചില കൈമാറ്റങ്ങളാണ്. അല്ലാതെ ത്യാഗമൊന്നുമല്ല. ത്യാഗം സഹിക്കേണ്ട കാര്യമൊന്നും CPMനില്ല. അവർ ഒരു മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPM കേരളത്തിലെ മുന്നണി, CPM കേരളത്തിലെ മന്ത്രിസഭ, CPM കേരളത്തിലെ മുഖ്യമന്ത്രി, CPM കേരളത്തിലെ സ്പീക്കർ, CPM തിരുവനന്തപുരത്തെ മേയർ. അങ്ങനെ ഔദ്യോഗികമായ എല്ലാ മേഖലകളിലും ഒരു കുറവുമില്ലാതെ നിൽക്കുന്ന ആളുകൾ. അവർക്ക് ഒരു സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ ത്യാഗമായിട്ട് കാണാൻ പറ്റില്ല. CPIയോടും അവർ ആദ്യം ആവശ്യം ഉന്നയിച്ചിരുന്നുണ്ട്. ഇപ്പോൾ CPMന്റെ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തതിനോട് CPIയുടെ ഒരു അഭിപ്രായം? സീറ്റ് ആർക്കും ഉള്ളതൊന്നുമല്ല.
രാജ്യസഭാ സീറ്റ് അങ്ങനെ CPM-നും CPI-ക്കും ഒന്നും ആർക്കും പതിച്ചൊന്നും കൊടുത്തിട്ടില്ല. കാലാകാലങ്ങളിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അർഹമായ പാർട്ടികൾക്ക് ആ സീറ്റ് ചോദിക്കാനും വാങ്ങാനുള്ള എടുക്കാനുമുള്ള അവകാശമുണ്ട്. ആ നിലയിൽ ഇത്തവണ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടി ആരാണ്? CPM-ആണ്. അവർ ഷെയർ ചെയ്തു. അത് നല്ല കാര്യം മുന്നണിക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ താങ്കൾ തൃപ്തനാണ്? ഞാൻ തൃപ്തനാവാതിരിക്കേണ്ട കാര്യമില്ല. എൻ്റെ പാർട്ടിയുടെ തീരുമാനം അവസാനം വരെ ഞാൻ അംഗീകരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അതൊക്കെ ചിലപ്പോൾ വരും. അതൊക്കെ എനിക്കെതിരായിട്ട് പാർട്ടിയിൽ വന്നപ്പോൾ ഞാൻ പാർട്ടി തീരുമാനം അംഗീകരിച്ചല്ലോ. എനിക്കതിലൊന്നും കാര്യമൊന്നുമില്ല. പാർട്ടിയാണ് എല്ലാറ്റിൻ്റെയും മുകളിൽ. നിയമം ഭരണഘടനയാണ് എന്ന് പറയുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാറ്റിനും മുകളിൽ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ്. അതിനപ്പുറത്ത് ദേശീയ നേതൃത്വമാണ്. ഇപ്പോഴും ഭരിക്കുന്ന ഏറ്റവും പ്രബല മുന്നണി CPM-ൽ പാർട്ടിയാണോ വലുത് അതോ മുഖ്യമന്ത്രിയാണോ വലുതെന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ടല്ലോ. അത്തരം എന്തെങ്കിലും ശ്രദ്ധയിലുണ്ട്? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നറേറ്റീവ്, അതായത് ഒരു നറേറ്റീവ് ഇങ്ങനെ ഉണ്ടാകുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ വസ്തുത ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ആളാണ് ഞാൻ. CPI എന്നുള്ള നിലയിലല്ല തന്നെ. അങ്ങനെ കുടുംബമായിട്ടും അങ്ങരുമായിട്ടും ബന്ധമുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ക്യാപ്റ്റനും ഞാൻ വൈസ് ക്യാപ്റ്റനായിട്ടൊരു ജാഥ, രാഷ്ട്രീയ പ്രധാന ജാഥയ്ക്ക് പോകും. അപ്പോൾ എത്രയോ രാത്രിയും പകലും എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതിനെന്താ കാരണം? നട്ടെല്ലുണ്ട്. എടുക്കണ തീരുമാനം നടപ്പിലാക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിനും ശരി. അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ന്യായമായുള്ള കാര്യമാണ്. ആര് പറഞ്ഞാലും ശരി, അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും. ഏറ്റവും നല്ല ഭരണാധികാരിയാണ്. ഇവിടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, സ്വർണ്ണം കൊണ്ടുപോയി, സ്വർണ്ണം കടത്ത്, അതിലേ കൊണ്ടുപോയി, ഇതിലേ കൊണ്ടുപോയി, അതിനെല്ലാം പറഞ്ഞ ആളുകളെ ഒന്നും ഇപ്പോൾ കാണാനില്ല. പിണറായി വിജയനെതിരായിട്ട് ഇപ്പോൾ ലാവ്ലിൻ കേസ്, അതൊരു കടങ്കഥയായില്ലേ ഇപ്പോൾ പറഞ്ഞ്. അപ്പം അതുകൊണ്ട് പിണറായി വിജയനെ ഇങ്ങനെ എല്ലാവരും കൂടി വേട്ടയാടി കഴിഞ്ഞാൽ അതിന് പകരം വയ്ക്കാൻ ആരാ ഉള്ളത്? ആ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തൊരിതിലാണ്. കാരണം പാർട്ടിയിൽ ആർക്ക് വേണമെങ്കിലും നേതാവാന്ന് പറയുന്നത്. പക്ഷെ അത് ശരിയാ. അതുകൊണ്ട് പിണറായി വിജയൻ ചില കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പമെന്ന് വെച്ചാൽ അദ്ദേഹം തോന്നുന്നത് ചെയ്യും. ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാം. എൻ്റെ അനുഭവത്തിൽ മുഖത്ത് നോക്കി പറഞ്ഞ സഖാവ് പിണറായി, നിങ്ങളെ ഈ പരിപാടി നടക്കില്ല, ഇവിടെ അത് കെട്ടിപ്പൊട്ടി കൊണ്ടുപോയാൽ മതി, ഇവിടെ നടക്കില്ല. എന്താ കാരണം എന്ന് ചോദിക്കും. എൻ്റെ കാരണം ശരി, ദിവാരം അത് ശരിയാ, ഞാനത് അംഗീകരിച്ചിരുന്നു. അങ്ങനെ 100 അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ LDF-ൽ ദീർഘനാൾ പങ്കെടുത്ത ഒരാളാണ്. 100 അനുഭവങ്ങൾ. ഞാൻ വെളിയം പാർക്കുകളും ഞാനും ഒക്കെ പങ്കെടുത്ത സന്ദർഭങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഞാൻ അവസാനം വരും. വെളിയം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ എനിക്ക് അവന്മാരുടെ തരുന്ന വഴക്കൂടാൻ നോക്കില്ല, നീ പറയാനുള്ളത് പറഞ്ഞോണ്ടാ, വിജയനെ 10 പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ഞാൻ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഏറ്റുമുട്ടിയിൽ കഴിഞ്ഞാലും അദ്ദേഹം ഭയങ്കര സ്നേഹത്തോട് കാര്യങ്ങളെല്ലാം. മുഖ്യമന്ത്രി ശൈലി മാറ്റണം പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അതിന്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.
ഒരിക്കലും ഇല്ല. സ്റ്റൈല് മാറ്റിയാൽ പിണറായി അല്ലാതാവും. പിണറായി വിജയൻ്റെ ഒരു സ്റ്റൈലുണ്ട്. എന്തിനാണല്ലോ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ VS ആവാൻ നോക്കോ പിണറായിക്ക് ആവാൻ പറ്റില്ല. പിണറായിക്ക് VS ആവാൻ ഒക്കില്ല, VSന് പിണറായി ആവാൻ ഒക്കില്ല. എന്നെ പറ്റിയ ആളിൽ പറയും ഭയങ്കര അഹങ്കാരിയാണ്, തലക്കരമാണ്, അങ്ങനെയാണ്, കൊക്കാണെന്നെല്ലാം പറയും. അതെൻ്റെ ഒരു സ്റ്റൈലാണ്. അത് ഞാനെങ്ങനെ മാറ്റുന്ന ജന്മസിദ്ധമായിട്ടുണ്ടാകുന്ന അതൊക്കെ മാറ്റാൻ. അദ്ദേഹം ഒരുപാട് തിക്തമായ അനുഭവങ്ങളിലുള്ള ഒരാളാണ് പിണറായി വിജയൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഇതുപോലെ പീഡനം അനുഭവിച്ച ഒരാളില്ല. അത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയിൽ അങ്ങനെ മരണപ്പെട്ടു എന്ന പോലെ വാർത്തകളുണ്ടായിരുന്നു. ആ മർദ്ദനമല്ല ഏറ്റവും ഒരാളാണ്. കുറച്ച് വാശി പൈരാക്കെല്ലാം വന്നാൽ നമ്മളെ സഹിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിണറായി ഇങ്ങനെ വലിയ ക്രൂരനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പാർട്ടിയേക്കാൾ വലുതാണ് അദ്ദേഹം അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ആളുകളിങ്ങനെ ഓരോരുത്തരും പലതും പറയുന്നത് ചിലപ്പോൾ കുറേ ആളിൽ ചെമ്പരത്തി പൂവേ, റോസാ പൂവേ എന്നെല്ലാം വിളിക്കും. അവർ തന്നെ വേറെയും വിളിക്കും. അതിലൊന്നും വലിയ കാര്യമൊന്നുമുള്ളതല്ല. പിണറായി വേണം. കേരള രാഷ്ട്രീയത്തിൽ പിണറായി പോലെ ഒരാൾ ഇപ്പോൾ പലരും നോക്കില്ല. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ വെളിയം പാർക്കുവനെ പോലുള്ള ആളില്ലാത്തതിൻ്റെ ദുഃഖം ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നു. പിണറായി പോലുള്ള ആളുകൾ വേണം. പിണറായി ഒരു കാര്യം തീരുമാനമെടുത്താൽ എടുക്കാനുള്ള കഴിവുകൊണ്ട് എടുക്കുകയും ചെയ്യും. പിണറായി വിജയനുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിനുണ്ട്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് നേതാവിനെ മുൻനിർത്തിയായിരിക്കും CPM അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക? ആ ചോദ്യത്തിന് യാതൊരു അർത്ഥമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ഏതെങ്കിലും നേതാവിനെ കാണിച്ച് ഇലക്ഷൻ വർക്ക് ചെയ്യില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ്, പാർട്ടിക്കാണ് വോട്ട് ചെയ്യാൻ. പാർട്ടി പറയണ പരിപാടിക്ക് വോട്ട് ചെയ്യണം, അല്ലാതെ വ്യക്തി രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ ഭേദപ്പെട്ട ഒരു വ്യക്തി ആവണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതെല്ലാം തീരുമാനിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. പിണറായി ശക്തനായ ഒരു നേതാവാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരും വരാൻ പറ്റില്ല ഇപ്പം. അതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പാൻഡോസ് ബാഗ്സ് ഞാനിപ്പോൾ തുറക്കില്ല. അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അതിലൊന്നും ഞാൻ തൊടൂല. അവരെ പോലൊരു പാർട്ടി കൂടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് പിണറായി വിജയനെ എല്ലാവരും കൂടി പിച്ച് ചീന്തി എറിയുന്നത് കാണുമ്പോഴാണ് ഞാനിപ്പോൾ പല മീഡിയയിൽ ഞാൻ പിണറായിയുടെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടിയെല്ലാം മാറി CPM കൂടെ ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം ഞാൻ പറയുന്നുള്ളതല്ലാതെ അതെന്താ പിണറായിക്ക് വേണ്ടി തന്നെ ഞാൻ പറയും. വേറെ ആർക്കും പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. പൊതുവെ മന്ത്രിമാരുടെ പ്രകടനങ്ങളാണ് പരിശോധിക്കുന്നത്. CPI മന്ത്രിമാരെ കുറിച്ച് മാത്രം പരിശോധിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മന്ത്രിസഭയുടെ ഫങ്ഷനിങ് ഒരുപാട് മാറ്റം വരുത്തണം. നിർഭാഗ്യവശാൽ പിണറായി അതിലൊന്നും ഈ അടുത്ത കാലത്തായി ശ്രദ്ധിക്കാറില്ല. പിണറായിയുടെ ഒരു ശ്രദ്ധ കുറവാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഭരണരംഗത്തുള്ള വീഴ്ച. മന്ത്രിസഭയെ കറക്റ്റ് ചെയ്യണം. മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോയിൽ ഇടപെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇങ്ങനെ ഒരു മന്ത്രിസഭയുടെ നേതൃത്വപരമായ എല്ലാ പങ്കുവഹിക്കാനുള്ള പരമാധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. റൂൾ ഓഫ് ബിസിനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. CM എന്ന് പറയുന്നത് CM പറയുന്ന ആളുകളും മന്ത്രിമാരാണ്, അല്ലാതെ മന്ത്രിമാർ പറയുന്ന ആൾ CM അല്ല.
CM ആയി കഴിഞ്ഞാൽ പിന്നെ CMൻ്റെ കീഴിലാണ് ഈ മന്ത്രിമാരെല്ലാം. അപ്പോൾ അവരെ സമയാസമയങ്ങളിൽ വിളിച്ച് ആ വകുപ്പുകളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും കറക്റ്റ് ചെയ്യാനും പിണറായി വിജയൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും അദ്ദേഹത്തെ കുടുംബത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ. ഇതെല്ലാം മനുഷ്യരല്ലേ. പിണറായി ഒരു പച്ച മനുഷ്യനല്ല, അതൊരു വല്ല ദൈവമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എല്ലാം നിയമസഭയുടെ അകത്തും പുറത്തും ചുമ്മാ ഇങ്ങനെ കുറേ ആളിന് പറഞ്ഞു നടക്കുക. ഏതെങ്കിലും കോടതിയിൽ പോയി വല്ല കേസുണ്ടെങ്കിൽ തെളിയിക്കണ്ടേ? അതൊന്നും ഇല്ലാതെ നേരെ പുറത്തെ കിട്ടുന്നേരെ അപവാദ പ്രചരണത്തിൽ അദ്ദേഹം ഇപ്പോൾ ദുർബലനാണ്. അതിനൊന്നും അദ്ദേഹത്തിന് അതിനൊരു 1000 നാക്കോടുകൂടി അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ആളുകളുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയം. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. പാർട്ടി അതൊന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളും. അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് കോടിയേരി ഉള്ളപ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു. കോടിയേരി എന്ന് പറഞ്ഞാൽ അവർ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാണ്. എനിക്കത് രണ്ടുപേരും എനിക്ക് എൻ്റെ വളരെ അടുത്ത ആളാണ്. കോടിയേരി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാവാണ്. എൻ്റെ പാട്ടിലുള്ളതിനേക്കാൾ എനിക്ക് സ്നേഹമുള്ളതാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് തവണ വരികയും ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിക്കും. ഒരുപാട് ബന്ധങ്ങളുണ്ട്. കോടിയേരി പക്ഷേ പിണറായി അങ്ങ് അറ്റം സപ്പോർട്ട് ചെയ്തിരുന്നു. എന്ത് കാര്യവും പിണറായി പറയുന്നത് ചെയ്യും. പാർട്ടി സെക്രട്ടറി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പലതിലും ഒരു താല്പര്യക്കുറവ് പോലെ ഞാനിപ്പോൾ പിണറായിയെ ഇവിടെ ഇരുന്ന് വീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പലതിലും താല്പര്യക്കുറവുണ്ട്. പലതും ഇൻഡിഫറൻ്റായിട്ടാണ്. നിയമസഭയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ പഴയ ജാഗ്രത ഇപ്പോൾ കാണുന്നില്ല. വളരെ ദുർബലമായ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടും അദ്ദേഹത്തിന് അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കുടുംബത്തെ ആക്ഷേപിക്കുമ്പോൾ എല്ലാവർക്കും വേദനിക്കുമല്ലോ. എനിക്കായാലും താങ്കൾക്കായാലും ശരി, എൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ അത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യില്ല. അതൊക്കെ ഈ പ്രതിപക്ഷം എന്ന് ചെയ്യുന്ന ഏറ്റവും തരംതാണ്, ഏറ്റവും ജീർണമായ ഒരു സമീപനമാണ്. ഞങ്ങളൊരിക്കലും വ്യക്തിപരമായ ആരെയും ഞാൻ സോളാർ കേസിൽ നിയമസഭ ഇളകി മറിഞ്ഞയും ബഹളമെല്ലാം ഞാൻ പ്രതിപക്ഷത്തിലെ ഉപനേതാവാണ്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സാർവപ്രസംഗങ്ങൾ എന്നോട് എൻ്റെ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു, CD യവനെ തൊലി വിരിച്ച് ഒരു പ്രസംഗം നടത്തണം. ഞാൻ ഞാൻ ഒരക്ഷരമല്ല എൻ്റെ പ്രസംഗം അവസാനിക്കും. അത് സഭയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, താങ്കൾ കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കേൾക്കുന്നതെല്ലാം താങ്കൾ ഒക്കെ മറുപടി പറയാൻ കാണും. പക്ഷെ ഞാൻ ഒരു കാര്യം താങ്കളിപ്പോൾ ഒരു ഉപജാപ സംഘത്തിൻ്റെ അടിമയാണ്. ഉപജാപ സംഘം താങ്കളെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി താങ്കൾക്ക് മോചനമില്ല. ഇത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഞാൻ വെളിയിറങ്ങുന്ന ക്യാൻറ്റീനിൽ പോകാമെന്നുള്ളതല്ല മുഖ്യമന്ത്രി വിളി വന്ന ഉമ്മൻചാണ്ടി. ഒരുപാട് വിളിച്ച് എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തതാണ്, ഇതാണ് സത്യം. എന്നോട് മതി, ഇതാണ് സത്യം. അത് താങ്കൾ മാത്രമാണ് നിയമസഭയിൽ പറഞ്ഞത്. എനിക്ക് അങ്ങയെപ്പറ്റി ഭയങ്കര അഭിപ്രായമാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ വേറെ പാർട്ടിയാണെങ്കിലും
കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയുള്ള ഒരാളാണ് താങ്കൾ. പക്ഷേ ഉപജാപങ്ങളെല്ലാം കൂടി താങ്കളെ വിറ്റ് കാശാക്കി അവർ പോയി. ഇനി അവരെ കാണാൻ പറ്റില്ല. അതുപോലെ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനെയുള്ളൊരു ഉപജാപ സംഘത്തിലൊന്നും പെടാതെ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർ ജയിലിൽ കിടക്കുകയല്ലേ. എന്തൊക്കെയാണ് പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നത്, അവൻ എന്തൊക്കെയാണ് ചെയ്തവൻ. ഇങ്ങനെ ചീത്തയാക്കിയ അത്രയും ആദ്യത്തെ സെൻട്രൽ പോയിൻ്റ് അതാണ്. ഈ സ്വപ്ന സുരേഷിനെ കൈകാര്യം ചെയ്തുകൊണ്ടത് അവരാണ്. നമുക്കെല്ലാം വിറ്റ് ദുബായി പോകാമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞതാണ്. അവൾ വെളിയിൽ പറഞ്ഞല്ലോ. വിശ്വസിൽ അല്ല, ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഇങ്ങനെ ഒരു കേസിൽ ഇടപെട്ടാൽ ഞാൻ ബൗണ്ട് ടു ആൻസർ, ബാധ്യസ്ഥനാണ് ഞാൻ മറുപടി പറയാൻ. അതങ്ങനെ അതിലങ്ങനെ വഷളായി അതിന് വഷളായി തുടങ്ങിയ സന്ദർഭമാണത്. ആ കുരുക്കിന്ന് പിന്നെ അങ്ങനെ കരകയറിയിട്ടില്ല ഇപ്പോഴും. അവർക്ക് IAS കാരന്മാർക്ക് എന്താ കാര്യം, അവരിതെല്ലാം അതിൻ്റെ പോകും. പക്ഷെ രാഷ്ട്രീയക്കാരന് ഒരിക്കൽ ഒരു പോറൽ പറ്റിയാൽ പിന്നെ രക്ഷപ്പെടാൻ പാടാണ്. ഒരു പൊതുജീവിതം അങ്ങനെയൊരു സ്ഫടികപാത്രം പോലെയാണ്. നിലത്ത് ഒരിക്കൽ വീണ ചെതറി അങ്ങ് പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പബ്ലിക് ലൈഫിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം സൂക്ഷിച്ചു എന്നുള്ളത് എനിക്ക് സംശയം. അദ്ദേഹത്തിന് ചില കാലങ്ങളിൽ ചില വിശ്വാസമാണ്, ചില വിശ്വാസമില്ല. അങ്ങനെയൊക്കെ വന്നതിൻ്റെ തള്ളപ്പിഴകൾ കാണാം. പക്ഷേ ഇത്രയും വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വലിയ മനുഷ്യനെ ഇങ്ങനെയിട്ട് തട്ടുമ്പോഴാണ് എനിക്ക് പ്രയാസമുള്ളത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് അനുഭവ സമ്പത്തുള്ള ഇടത് മുന്നണിയായി പ്രവർത്തിക്കണം. ഇപ്പം ഇടത് മുന്നണിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ആവശ്യങ്ങൾ വരുമ്പോൾ കമ്മിറ്റി കൂടുകയും യോഗം കൂടുകയും, അതായത് ഇപ്പോൾ ഒരു സീറ്റ് വന്നു, രാജ്യസഭാ സീറ്റ് ഉടനെ ഇടത് മുന്നണി അവർ അതിലേക്ക് അത് കൂടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതിശക്തമായ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്തിന് അനുസരണമായിട്ടുള്ള ജനകീയ സമരങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് പടുകൂറ്റൻ സമരം അതിന് ദേശീയ നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ കൺവെൻഷനുകളും വലിയ ജനപങ്കാളിത്തമുള്ള സമ്മേളനങ്ങൾ നടത്തി കേന്ദ്രമാണ് നമ്മുടെ ഒന്നാമത്തെ ശത്രു. BJP ആണ്. മോഹൻ ഭഗത്തും പറഞ്ഞിട്ടുണ്ട് BJP തെറ്റാണെന്ന്. അത് ജനങ്ങളിലെത്തിക്കണം. അങ്ങനെ ജനങ്ങളെ മാറ്റണം. ജനങ്ങളെ മാറ്റിയാൽ വളരെ ഈസിയാണ്. ഇവിടെ ജയിക്കും, കേന്ദ്രത്തിലും പുതിയ ഗവൺമെൻറ് വരും. രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്നാമത്തെ കുഴപ്പം. BJP-യേക്കാൾ ഭേദമല്ലേ അവരിപ്പോൾ. അതുകൊണ്ടല്ലേ ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് വലിയ പേടിയൊന്നുമില്ല. പക്ഷേ LDF ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിട്ടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ ഇപ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് BJP. കോൺഗ്രസിന് പോലും അത്ര സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കാലത്ത് അഥവാ നിയമസഭയിൽ ഇത്തരമൊരു സംഭവമാണ്, തൂക്ക് മന്ത്രിസഭ എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്. കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ എന്ന് പറയില്ല. ശക്തമായ ഇടതുപക്ഷ മന്ത്രിസഭ തന്നെ വീണ്ടും വരും. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എല്ലാവരും മനസ്സിലായില്ല, ഒരു കാര്യം ചെയ്യില്ല. അവർ ചെയ്യാൻ തൊടാനെയുള്ളവരാരും അതിനകത്തില്ല. നിയമസഭയിൽ എല്ലാ സംരക്ഷണമുള്ളതുകൊണ്ട് എന്ത് വേണം പ്രസംഗിക്കാം. നിയമസഭയുടെ പുറത്ത് ഈ 3 കൊല്ലമായി ഈ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത്? എന്ത് ജനകീയ സമരം ചെയ്യണം? ചുമ്മാ കുറേ അപവാദങ്ങളും നുണപ്രചരണങ്ങളും അല്ലാതെ എന്താണ് ജനങ്ങളെ അണിനിരത്താൻ അവർ കഴിയാത്തത്? ഞങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് സോളാർ കേസിൽ സെക്രട്ടേറിയറ്റ് നടന്നത്? അങ്ങനൊരു സമരം ഇനി കാണാൻ പറ്റുമോ? അത്
അത് ഇവർക്കത് ചെയ്യാൻ പറ്റാത്തത്. ഞങ്ങളെന്താ പ്രതിപക്ഷമായിരുന്നു, ഇവരിപ്പോൾ പ്രതിപക്ഷമല്ലേ. ഇവരെന്താ സെക്രട്ടറി വളയാത്തത്? വളയാൻ സാധനം ഇല്ലാതാണ്, വളയാൻ ആൾ വേണം, ആൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് എവർ വരാൻ പോണില്ല. വീണ്ടും വരാൻ പോകുന്നത് LDF ആണ്. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ജോൺ മുണ്ടക്കൈ ഒരു പുസ്തകം എഴുതിയതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനകത്തുള്ള അഡ്ജസ്റ്റ്മെന്റ്, ജോൺ ബ്രിട്ടാസ് ഇടപെട്ട് സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് ഫോർമുല തയ്യാറാക്കി. അതേപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്ക് ഒരു ജോൺ മുണ്ടക്കൈ അല്ലേ, മനോരമയുടെ, അത് അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്. അത് ഞാനിതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുത്തനല്ലേ, ഒരു വകയില്ല. അദ്ദേഹം അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. സമരം നടത്തണമെന്ന് നടത്താൻ തീരുമാനിച്ചു, നടത്തി. അങ്ങനെ ആരുടെയും ഇതിൻ്റെ ആവശ്യമില്ല. അത് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. നിങ്ങൾ പറയുന്ന ഏത് ഡിമാൻഡും അംഗീകരിക്കാം, നിങ്ങൾ ഈ സമരം വിഡ്രായാണോ. അപ്പോഴാണ് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വയ്ക്കാം. അപ്പോൾ പറഞ്ഞ് ആലോചിച്ചിട്ട് വേണം. ആലോചിച്ച് 1 മണിക്കൂറിനാണ് പറഞ്ഞത് ഞങ്ങൾ ക്യാബിനറ്റ് തീരുമാനം, ജുഡീഷ്യൽ അന്വേഷണം. നിങ്ങൾ പറയുന്ന ജഡ്ജിയെ ഞങ്ങൾ വെക്കാമോ, നിങ്ങൾ പറയുന്ന ടേംസ് ഓഫ് റെഫറൻസ് വെക്കാമോ. ഇതെല്ലാം ഇവരൊക്കെ വഴി ഞങ്ങളുടെ കൈ കൊണ്ടുവന്നതല്ലേ. ഈ ഉമ്മൻചാണ്ടിയെ കൊലയ്ക്ക് കൊടുത്തതല്ലേ ആ പാർട്ടി. ജുഡീഷ്യൽ അന്വേഷണം അങ്ങനെ ആരെങ്കിലും അംഗീകരിക്കുമോ, സമ്മതിക്കുമോ ഏതെങ്കിലും മുഖ്യമന്ത്രി? എന്നിട്ട് അദ്ദേഹം പ്രവാചകനാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് എൻ്റെ ആഫീസിൽ കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത്, അത് ഉൾപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഈ കുഴി ചാടിച്ചത്, ഈ വെറുതെ ഉമ്മൻചാണ്ടിയുടെ ആളിത് പറഞ്ഞു കിടക്കട്ടെ, കുഴി ചാടിച്ചത് മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ഞാനിതിനെല്ലാം സാക്ഷിയല്ലേ, ഇതെല്ലാം ഞാൻ സാക്ഷിയാണ്, കോൺഗ്രസ്സുകാരാണ്. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ കയ്യിലിരിപ്പോട്ട് റിപ്പോർട്ട്, ഈ ജസ്റ്റിസ് ശിവരാജൻ ആരാ കൊണ്ടുവന്നത്? അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയാം. ഈ സരിതയുടെ കൂടെ ആരെല്ലാം കിടപ്പുറ പങ്കിട്ട്, അത് എങ്ങനെയാണ്, എവിടെ വെച്ചാണ്? അപ്പം ഞാനും പോലും എന്നെ വിളിച്ചിരുന്നു ജഡ്ജി, ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതുകൊണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ കുറേ വക്കീലന്മാരുണ്ട്, ഇയാളുമുണ്ട്. അപ്പോൾ ഈ വക്കീലന്മാരാരേക്ക് ഈ ഉമ്മൻചാണ്ടിയുടെ വാല് പിടിച്ചൊരു വർത്തമാനത്തിനായിട്ട് ചോദിച്ചു. ഞാൻ അവന്മാരെ ശരിപ്പെടുത്തിയായി. ഞാൻ എൻ്റെ അടുത്ത് കളിക്കരുത് കേട്ടോ, നിങ്ങളെന്താ നിങ്ങളാരാ, നിങ്ങളാരുടെ എന്നെ ചോദിച്ചേ? ഞാൻ ജസ്റ്റിസ് വിളിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ ശിവരാജ ജഡ്ജി പറഞ്ഞു, ഹേയ് നിങ്ങൾ ആവശ്യമില്ലാത്തതെന്ന് പറയരുത്, അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്, അദ്ദേഹം പറയട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊന്നും ഒരു കാര്യമുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് എടുത്തുള്ളൂ പോകുന്നത്. അപ്പം ഞാൻ പിന്നീട് ആണെങ്കിപ്പോൾ ഇങ്ങനെ ആ റിപ്പോർട്ട് എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ ഈ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, രമേശ് ചെന്നിത്തല എൻ്റെ അടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, രമേശ, ഇത് ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ നിൻ്റെ വീട്ടുകാരോ വായിച്ചാൽ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇത് പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുകയാണ്. ഇത് വന്നതിന് എന്ത് കളിച്ചാൽ നിങ്ങളിപ്പോൾ നോട്ടീസ് കൊടുക്കണം, ഇത് മാറ്റണം, റിമൂവ് ചെയ്യണം. ചരിത്രത്തിൽ എന്നും നിയമസഭയിൽ വെച്ച ഈ റിപ്പോർട്ട് അവിടെ കിടപ്പുണ്ട്. ഏത് തലമുറ വന്നാൽ അതെടുത്ത്, അപ്പോൾ അതിൽ ആരെന്തൊക്കെ ചെയ്തെന്നുള്ളത് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ വൃത്തികെട്ട കാര്യങ്ങൾ പിള്ളേരൊക്കെ എടുത്തിട്ട് വായിച്ച അച്ഛ ഇതാണ് നിങ്ങളെ രാഷ്ട്രീയം എന്ന് ചോദിക്കും. അതുപോലെ ഇവർ ചെയ്തില്ല. കാരണം അതിൽ ആരൊക്കെയാണെന്നുള്ളത് ഇവർ നോക്കി, പ്രതികൾ ഇവരാരും അല്ല, എന്നാൽ അത് കിടക്കട്ടെ എന്നാണ്. അപ്പോൾ അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വല്ലാത്തൊരു അധപ്പതനമാണ് അതെല്ലാം. സോളാർ കേസിൽ തന്നെ ഇവർ കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ തന്ന വടിയാണത്. പക്ഷേ വടി ഞങ്ങളുടെ കയ്യിൽ തന്നാൽ ഞങ്ങൾ വിടോ? ഒന്നാന്തരമായുള്ള സമരം നടത്തി, മുട്ടുകുത്തിച്ച് എല്ലാം ഞങ്ങൾ പറയും പോലെ ആയി.
പിന്നെ പരാതി വന്നിട്ട് എന്താ കാര്യം? ഞാൻ ചോദിക്കുന്നത് ഇപ്പം എന്താ BJPക്കെതിരായിട്ട് കേരളത്തിലെ UDFകാർ എന്ത് സമരം എപ്പോൾ നടത്തി? എന്തുകൊണ്ട് അവർ അറയ്ക്കുന്നു? BJPക്കെതിരായിട്ട് ഇന്ത്യ മുഴുവൻ സമരം നടക്കുമ്പോൾ ഇവിടെ വല്ല നടന്ന? എനിക്കറിയില്ല അതെന്താണെന്ന്. ഈ ജോഡോ എന്ന് ഭാരത് ജോഡോ എന്ന് പറഞ്ഞ പാവം ആ ചെറുപ്പക്കാരൻ അവനൊരു ടീഷർട്ട് ഇട്ടുകൊണ്ട് രാജ്യം മുഴുവൻ നടന്ന ആളിനെ ഇളക്കിയപ്പോൾ യവന്മാരിവിടെ സിനിമ കാണാതിരിക്കുകയല്ലേ? ഇവിടെ ഇരിക്കണ UDFകാർ അതിൽ ഒന്നോ രണ്ടോ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന എല്ലാ TV-യിലെല്ലാം വരുമെന്ന് വിചാരിച്ച് പോയി നടന്നതാണ്. ഇവിടെ എന്തുകൊണ്ടൊരു ജോഡോ യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരത്തി ഒരു വലിയ യാത്ര ഈ LDFനെതിരായിട്ട് അവരെന്താ നടന്നത്? ഇവരെ നടത്തില്ല. അത് അണികൾ ഉണ്ട്. അണികൾ പല ക്യാമ്പിലാണ്. കോൺഗ്രസിനിവിടെ ആരുമില്ല, ഗ്രൂപ്പിന് ആളുകളുണ്ട്. അതുകൊണ്ട് ഇവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരാൻ പോകുന്നില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തിൽ വീണ്ടും LDF വരും. മഹാഭൂരിപക്ഷത്തിൽ BJPയുടെ മിക്കവാറുമുള്ള വാർഡുകളെല്ലാം പോകാം. നരേന്ദ്രമോദിക്ക് അവിടെ എന്താ പറ്റുക അതിന് ഇവിടെ ട്രിവാൻഡ്രത്ത് പറ്റും. രാമക്ഷേത്രം പണിതിടത്ത് സീറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചത് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇവിടെ BJP ഇവിടെ അങ്ങനെ വരുന്നില്ല. അതൊക്കെ പോയി. അതൊക്കെ പോയി. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് പോക്കാണത്. കോൺഗ്രസ്സുകാർ നേരാമണ്ണം നിന്നാൽ അവർക്കൊരു 2-3 കൊല്ലത്തിനകം അധികാരത്തിൽ വരാം, അല്ലെങ്കിലും വരാം. അവർക്ക് BJPയുടെ തിരിച്ചു വരവില്ല, ഉണ്ടാവില്ല. അതിനുള്ള ലക്ഷണമാണ് ഈ നിതീഷ് കുമാറിനെയും ഈ ചന്ദ്രബാബു നായിഡുവിനെയും പിടിച്ചത്. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, തൻ്റെ ഇടമുണ്ട്. ഈ നരേന്ദ്രമോദി തൻ്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി BJP ആണ്. ഞങ്ങൾ ഭരണത്തിൽ തയ്യാറാണ്, ഞങ്ങളെ ക്ഷണിക്കണം. സ്പീക്കർ മന്ത്രിസഭ രൂപീകരിക്കാൻ അങ്ങനെയാണ് നിയമം. അങ്ങനെയാണ് നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെൻറ്റിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആളുകളെ കക്ഷി നേതാവിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കും. ആ കക്ഷി നേതാവ് പറയും, ഞാൻ മന്ത്രിസഭ രൂപീകരിക്കാൻ എൻ്റെ പാർട്ടി ഇത്ര ആളുകളുണ്ട്. അപ്പോൾ ഇത് മെജോറിറ്റി ഇല്ല, മെജോറിറ്റി സഭ കൂടുമ്പോൾ ഞാൻ തെളിയിക്കാം. അതുപോലും ചെയ്യാതെ ഇത് സമയം തെറ്റിയാൽ കയ്യിൽ നിന്ന് വിട്ടുപോകും. കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് ഈ BJP എടുത്തിട്ട് BJP കുറച്ചുകൂടി ഇവരെല്ലാം അവരുടെ കൂടെ പോവുകയും ചെയ്യും. പക്ഷെ അതുപോലും ചെയ്യാതെ ഈ ഇതുങ്ങളെ വിളിച്ച് ആലോചിച്ച് ഉറപ്പെല്ലാം വരുത്തിയതിന് ശേഷം അവിടെ ഒരു ലിസ്റ്റ് കൊണ്ട് കൊടുത്താൽ പ്രതി ചെയ്തതല്ലേ. അതിന് വകുപ്പ് കൊടുക്കുകയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കാണാമല്ലോ. ഇപ്പോൾ സ്പീക്കർഷിപ്പിന് വേണ്ടി നിൽക്കുകയാണ് ഒരു പാർട്ടി. അത് അറിയാം. ഇപ്പോൾ ഇവിടുത്തെ രാജ്യസഭ സീറ്റല്ല അത്. അതെങ്ങനെ ഒരു സ്ഥാനമുള്ള സ്പീക്കർ ആർക്ക് കൊടുക്കും? സ്പീക്കർ എന്നും ഭരണകക്ഷിയുടെ സീറ്റാണത്, ഭരിക്കുന്നവർക്കുള്ളതാണത്. അത് നരേന്ദ്രമോദി ഇപ്പോൾ കൊടുക്കും. ഓം ബിർള വീണ്ടും ജയിച്ചു വന്നിട്ടുണ്ട്, പഴയ സ്പീക്കർ. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഗുരുതരമായ ഒരവസ്ഥയിലാണ്. അതിന് പരിഹാരം കാണാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ എല്ലാ പാർട്ടിക്കാരും, ഇടതുപക്ഷ മതേതര പാർട്ടികൾ യോജിച്ച് ചെയ്യേണ്ടതാണ്. ഇടതുപക്ഷ പാർട്ടി മുന്നണിയിലേക്ക് ഇനിയും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇനിയും ചില ഘടക പാർട്ടികൾ വരും. മുസ്ലിം ലീഗ് ആണെന്നൊന്നുമില്ല. മുസ്ലിം ലീഗിനെ അവർ വരണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം?
അവർ വേണം ഞങ്ങളെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൈവിടാൻ പറ്റും. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് നല്ല അനുഭവമുണ്ട്. ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ ഭരണം നടത്തിയവരാണ് അച്യുതാനൻ്റെ കാലത്ത്. നമുക്കിതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് വരട്ടെ, നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ പ്രതീക്ഷയുള്ളതാണ്. കേരളത്തിലെ ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയിലെ രാഷ്ട്രീയം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പോകുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്.